ആരാധിക അതെ നിസി 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 അയ്യോ സീനായി. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഫാമിലിയുടെ എന്തൊരു സൗണ്ട്, കപ്പൽ പോകുന്ന സൗണ്ടാണ് കപ്പൽ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് വരെ വന്നേക്കുവാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ലിനുവിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഒന്ന് ചില്ല ഔട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയത്. സംഭവം വേറെ ഒന്നുമല്ല, പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ തന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ വളഞ്ഞ് മൂക്കെ പിടിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ വേറെ സ്ഥലത്ത് കൂടി നമ്മൾ പോകാൻ നോക്കിയത്. പക്ഷേ അവിടെ എല്ലാം പെട്രോൾ പമ്പൊക്കെ എല്ലാം അടച്ചിട്ടേക്കുന്നുണ്ട്. പിന്നെ അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചി വരെ വരണ്ടേ വന്നു ഗൈസ്. അപ്പോൾ നൈറ്റ് വൈബ് അടിപൊളിയാണ് ഇവിടുത്തെ ഫോർട്ട് കൊച്ചിയുടെ. നമ്മളപ്പോൾ ക്രിസ്മസ് ടൈം ന്യൂ ഇയർ ടൈമിലൊക്കെ ഇവിടെ വരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലായിരുന്നു. അപ്പോൾ കൊടൈക്കനാൽ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് ഇന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടതേ മിസ്സി ഉണ്ട്. നീ ഒന്നും പണയണ്ട. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് മാല, വള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ തക്കുട് എണീറ്റിട്ടുണ്ട്. തക്കുട് ഇങ്ങനെ നോക്കിയൊരു ഹായ് പറഞ്ഞേ. ഓറക്കപ്പിച്ച് ഹായ് പറഞ്ഞേ. നമ്മളെവിടെ? ബീച്ചിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേടി സ്വപ്നമായ തക്കുട് എണീറ്റിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നുള്ളത് അവന് മാത്രമേ അറിയാവുള്ളൂ. അവൻ്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര വേദനെടുക്കുന്നുണ്ട്. അപ്പോൾ അവന് അലർജിയുടെ ഒക്കെ സീനുള്ളതുകൊണ്ട് ഭയങ്കര. ചോദിക്കട്ടെ, എന്ത് പറ്റി ബേബി? എന്താ കടിച്ചത്? കടിച്ചാ എന്തെങ്കിലും? കാല് കടിച്ചാ? എന്താ കടിച്ചത്? നോക്കി ഇങ്ങോട്ട് നോക്കി, ക്യാമറ നോക്കി പറഞ്ഞ എന്താ കടിച്ചത്? കൊതുക് കടിച്ചാ? ഉറങ്ങിയാ? നല്ലപോലെ ഉറങ്ങിയാ? നമ്മളിപ്പോ എവിടെയാ? ഇല്ലേ, അതെന്താണ് സൗണ്ട്? എന്താണ്? ബോട്ട് പോണ സൗണ്ടാണത്. ബോട്ട് പോണ സൗണ്ടാണത്. ആണ്. ഇതൊരു ചേട്ടൻ ഫുള്ള് കപ്പലണ്ടിയൊക്കെ ആയിട്ട് തള്ളി തള്ളി പോയിക്കൊണ്ടിരിക്കുവാണ്. സോ ഇവിടെ ഒരു പൂച്ച ആരും അറിയാണ്ട്. എടാ, ആ പൂച്ച കണ്ണു വെക്കല്ല നീ പൂച്ചനെ. തക്കടു കുഞ്ഞാപ്രി പൂച്ച. പൂച്ചക്ക് ചെവിയില്ലെന്ന് തോന്നുന്നു. എന്താ കേക്കുന്നില്ല വിളിച്ചിട്ട്? അപ്പൊ നീയും പൂച്ചയും ഉണ്ട്. പൂച്ച എങ്ങോട്ട് വന്നേ? വന്നേ 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 വന്നേ. കാഴ്ച ശക്തി ഇല്ലേ? ഓ, ഇവിടെ ഫുഡൊക്കെ ഇഷ്ടംമാരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല പൂച്ച ഇവിടെ നിൽക്കണം. എടി, നിന്റെ മൈൻഡിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ പൂച്ച. സോ അപ്പോ തക്കുടു എണീറ്റ് കൊച്ചിയെത്തി. അപ്പൊ തക്കുടു എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു കിടിലം മൂടാണ്. ഒരു കുഴപ്പമില്ലാത്ത മൂടാണ്. ഇവിടെ കുറെ ഡോഗ്സ് ഓഫ് ദി ഡോഗ്സ് ഉണ്ട്. കമ്മിട്ട് പോരുത്തട്ടാ, കമ്മ കമ്മന്നൊക്കെ പറഞ്ഞു. മൂന്നും എടി പോയിക്ക്, ഞാൻ പോണട്ടാ. ഇതാണ് നമ്മുടെ നിസി. പേടിയൊന്നും ഇല്ലാത്ത. മതിയല്ല നിനക്ക്? മതിയല്ല. ഞാൻ വെറുതെ വിളിച്ചതാ. പട്ടിയുടെ മണം ഉണ്ടെന്നെ. അത് നീ ജനിച്ചപ്പോ തൊട്ടുള്ളതല്ലേ? എടാ ഞാൻ പോണ ശരിയെന്നാ. ഇത് കണ്ടത് അമ്മയുടെ ഓട്ടം നോക്കി. പട്ടിനെ കണ്ടിട്ട് അമ്മയുടെ ഓട്ടം നോക്ക്. രാത്രിയായിട്ട് മീനൊന്നും നിർത്തിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് കണ്ട. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തേ ഷിപ്പ് കാണിച്ചില്ല. ബിഗ് ഷിപ്പ് ബാക്കിൽ കണ്ടാ പോണത്. എന്താ ഇതാണ് പിന്നെ ഷിപ്പ്. എന്താ അവൻ്റെ നമ്മുടെ തക്കുടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേനും അവന് ഷിപ്പ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഷിപ്പ്. എന്താണ് പറഞ്ഞത്? ഇത് പറഞ്ഞേ. യാങ് മിങ് ചൈനീസ് ഷിപ്പാണെന്ന് തോന്നണം കേട്ടോ. ഇത് ഏകദേശം ഒരു 30,000 GRT ഒക്കെ ഉള്ള ഷിപ്പായിരിക്കും. ഉണ്ടോ? അതിൻ്റെ സെൻറ്ററിൽ നിൽക്കണുണ്ടോ ഈ കണ്ടെയ്നർ? ഫ്രണ്ടിൽ കണ്ടെയ്നറും ബാക്കിലും കണ്ടെയ്നറുണ്ട്. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്നതാണ് നമുക്ക് വരുന്ന ക്യാബിൻസൊക്കെ. അതായത് നമ്മളുടെ അതിൻ്റെ അകത്ത് ഷിപ്പിലുണ്ടാകുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ക്യാബിൻസാണ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ബ്രിഡ്ജ്. അതായത് നമ്മൾ ഫുള്ള് നമ്മളുടെ റഡാറ്, പിന്നെ ജൈറോ, അങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റേ എന്താ പറയുക, ഓട്ടോ പൈലറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ആൻഡ് ഡ്യൂട്ടി ഓഫീസേഴ്സ് എല്ലാവരും വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഫുള്ള് ഫ്രണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് നമ്മൾ ഷിപ്പ് സെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ
സോ നമ്മൾ ഷിപ്പ് സെയിൽ ചെയ്യുന്നത് ഓട്ടോ പൈലറ്റ് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഈ ഒരു പോർട്ട് സൈഡിലെത്തുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റിയറിംഗ് മാനുവലി നമ്മൾ ഷിപ്പ് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഫുള്ള് ഓട്ടോ പൈലറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഷിപ്പ് ഓടിക്കുന്നതല്ല ഷിപ്പ് സെയിൽ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നല്ല കിടിലൻ ലൈഫാണ് കേട്ടോ. കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയ നല്ല പൊളി പ്ലേസാണ്. ഇവിടെ വന്ന് എപ്പോഴും ചില്ല് ചെയ്യാനാണെങ്കിലും നല്ല അടിപൊളി ഗുഡ് പ്ലേസാണ്. പിന്നെ വേറെ എന്താ ഇത് കണ്ടത്, മിസ്സി ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. മിസ്സിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു വിചാരം മാത്രമാണ് ഉള്ളത്. എന്താ പൊന്നെ എന്തു പറ്റി? അയ്യോ എന്തോ സോ ഗൈസ് സോ ഗൈസ് എന്നാണ് പറഞ്ഞേട്ടാ അവൻ ഒന്നുകൂടെ പറഞ്ഞേ. സോ ഗൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തക്കുടു നല്ല കിടിലം മൂഡിലാണ്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. വലിയ ദേഷ്യക്കാരനും കാര്യങ്ങളിട്ടൊന്നും കാണിക്കുന്നില്ല. ദേഷ്യം കാണിക്കില്ലല്ലേ തക്കുടു? ഇവിടെ ബീച്ച് ഇഷ്ടമാണോ തക്കുടുവിന് വരാൻ വേണ്ടിയിട്ട്? ബീച്ചാണ് അവന് ഇഷ്ടം. ബീച്ചാണ് ഇഷ്ടം. ഞങ്ങൾ വീടുകളിലൊക്കെ ബീച്ചിലിരുന്നാണ് മറ്റേ ചില്ല് ചെയ്യാറുള്ളത്. അതൊക്കെയാണ് തക്കുടു പറയുന്നത്. സോ തക്കുടു സ്വബോധത്തിൽ, അതായത് ഇവൻ നമ്മളിവിടെ ലാസ്റ്റ് എപ്പോഴായിരുന്നു വന്നത്? ഇവനൊരു വർഷം, അതായത് ഇവന് 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അവൻ നമ്മൾ ബീച്ചിൽ വന്നത്. ആ സമയത്ത് ഇവന് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും നല്ല ബോധമുണ്ട്. ഇത് കണ്ട എങ്ങനെയുണ്ട്? പിന്നെ ലൈറ്റ് വാട്ടറൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ വാട്ടർ ഇഷ്ടപ്പെട്ടാ? അവിടെയുണ്ട് വാട്ടർ, ഇവിടെയുണ്ട് വാട്ടർ, എല്ലായിടത്തും വാട്ടർ ഉണ്ട്. അത് റോഡാണ്, അത് വാട്ടറല്ല, അത് റോഡാണ്. വാട്ടർ റോഡും തിരിച്ചറിയാൻ പാടില്ല. പിന്നെ എങ്ങനെയുണ്ട് ലിസി? വൈബ് എങ്ങനെയുണ്ട്? കുറെ ആൾക്ക് ശേഷമല്ലോ നീ ഇങ്ങോട്ട് വന്നത്. അതും രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്ന കാര്യം. ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അമ്മ കുറെ പ്രാവശ്യം ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതുവഴി ഇങ്ങോട്ട് പോകാന്നുള്ളൊരു സെറ്റപ്പ്. ഇങ്ങനെ പേടിക്കലടാ ഞാൻ വന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത് നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. എന്താ ഒരു അടി കൊണ്ട് കിട്ടിയ കീർ? സോ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പണി തുടങ്ങിയിട്ടുണ്ട്. കീർ തുടങ്ങിയാ പൊന്ന? അടി തുടങ്ങിയാ? നിച്ചിട്ടൊരു ഉമ്മ തന്നെ പ്ലീസ്. ഒരു ഉമ്മ തരുവാണെങ്കിൽ നിച്ചൻ ചോക്ലേറ്റ് വാങ്ങിത്തരാം. കണ്ടോട്ടോ സാധനം തന്നെ കണ്ടോ. അപ്പോൾ നമ്മൾ ഉമ്മ കഴിഞ്ഞപ്പോഴത്തേനും ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നല്ല കിടിലം കീറൊക്കെ കിട്ടിയത്. ഓരോ കട എത്തുമ്പോഴത്തേനും ഇതാണ് കട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിശ്ചയിക്കേണ്ടത് എന്താ അച്ചപ്പി ഓർഡർ? അവള് വീഡിയോ എടുക്കാണെന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഓടിക്കളിക്കണം. ആളുകളൊക്കെ വിചാരിക്കണം നിസിക്ക് ഭ്രാന്താണെന്ന്. പൊന്ന കണ്ടതേ കുറെ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് കളിക്കണം. വീണോ? അയ്യോ കണ്ടതേ പിള്ളേരൊക്കെ കളിക്കണുണ്ടോ? ഫോട്ടോഗ്രാഫി ഇവിടെ തകർക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീസോയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ തക്കുടൂനെ അതിൻ്റെ അകത്തേക്ക് ഇരുത്തി നമ്മൾ സെറ്റാക്കുന്ന വീഡിയോസ്. ശീശിയല്ല സീസോയും ശീശിയും എന്താണെന്ന് അറിയാൻ പാലാണ് ഒരുത്തി പുറകെ വന്നത്. ഓടിച്ചല്ലാമ്പിടിയേ സൂപ്പർ. ഇഷ്ടപ്പെട്ടാ തക്കുടു? ഇഷ്ടപ്പെട്ടാ? ഒന്നുകൂടെ നോക്കട്ടെ. അല്ല തക്കുട് കയറി ഓടിവാ. തെക്കുട് കയറിയിട്ട് തക്കുട് തന്നെ തീട്ടിപ്പോരും. ചെല്ലി അവൻ കയറട്ടെ, തന്നെ കയറട്ടെ, കുഴപ്പമൊന്നുമില്ല. പതുക്കെ കയറേ. ഇങ്ങോട്ട് ഇപ്പുറത്ത് കയറി വാ, തീട്ടി വാ, നിച്ചം പിടിക്കാം വാ. പേടിയാണ് കേട്ടോ മുത്തിന്. അതെന്താണ് ഇരുന്ന അവിടെ ചമ്പളക്കൂട്ടിന്? വെരി ഗുഡ്. ഇനി സൈഡിലൊക്കെ പിടിച്ച് തീട്ടി വന്നേ. പിടിച്ചോ. തീട്ടി വാ. നിച്ച കൈ പിടിക്കാം. ഓടി. ആൾക്ക് പേടിയായി സുഹൃത്തുക്കളെ. നിലത്തിറങ്ങാൻ അവന് ഭയങ്കര വിമ്മിഷ്ടമാണ് ചെരുപ്പില്ലാത്ത കൊണ്ടിട്ട്. ചാടാനാ? സോ തക്കടവും മെച്ചിയും കൂടി കയറിയിരിക്കുകയാണ് ചാടാൻ വേണ്ടിട്ട്. നല്ല ആട്ടമുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കിയ തക്കടു. ഓക്കെയാണാ? അനങ്ങാണ്ടിരിക്കണ താഴത്ത് വീഴുമെന്ന് ഓർത്ത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും നമ്മളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. പക്ഷേ കൊതുകിൻ്റെ ശല്യം ഇപ്പോൾ ക്യാമറ ഫ്രണ്ടിൽ കൂടി ഒരു കൊതുക് പറഞ്ഞു അവൻ്റെ. അപ്പോൾ കൊതുകിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ കൊതുകിൻ്റെ ശല്യമാണ്. തക്കുടുവിനെ കൊതുക് കടിച്ച് അവനാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ടൊന്ന് കടിച്ചാൽ അപ്പം തന്നെ പൊങ്ങി വരും. അത് ഭയങ്കര അലർജിയുടെ ഇഷ്യൂ ഉള്ളതാണ്.
കൊതുകിന്റെ ശല്യം മാത്രമല്ല, പക്ഷെ പാമ്പിന്റെ ശല്യമുണ്ട്. പുള്ളീനൊക്കെ എന്റെ പൊന്നെ കൊതുക് ഇപ്പൊ എടുത്ത് പൊക്കിക്കൊണ്ടൊക്കെ പോകേണ്ട അവസ്ഥയാണ്. ശീലമായിട്ടുണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വെള്ളം പിടിച്ച് സീനായിട്ട് കിറങ്ങി അവിടെ കിടക്കണം. ആരുമില്ല പുള്ളിനെ പൊക്കിക്കൊണ്ടുപോകാൻ. അപ്പൊ കൊതുക് വന്നേക്കുവാണ് പൊക്കിക്കൊണ്ട്. ഞാൻ നോക്കിയപ്പോ കയ്യിലൊക്കെ കൊതുക് ഇരുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊങ്ങി പോണം. ഭയങ്കരം തന്നെ. ഇതൊക്കെ പൊട്ടിക്കിടക്കുവാണല്ലേ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അവരാരും ക്ലിയർ ചെയ്ത് മാറ്റിയിട്ടില്ല. ഇത് പൊട്ടിക്കിടക്കുവാണ് സംഭവം. പിള്ളേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. ഒരു മെയിൻ്റെനൻസ് അവർ നടത്തിയിട്ടില്ല. അതായത് സംഭവം വൈബൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ വൺസ് ഇത് റിപ്പയറിംഗ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേന് ഇവർക്ക് ഫണ്ടില്ലെന്ന് തോന്നുന്നു റിപ്പയർ ചെയ്യാനുള്ള. അപ്പോൾ ഒന്ന് മെയിൻ്റെനൻസും കൂടി ഒന്ന് ചെയ്തിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. കരയുന്ന പിള്ളേർക്കൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പോട്ടും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ കാറാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വെക്കുന്നത്. സാധാരണ ഇവിടെ വരുമ്പോഴത്തേന് ഒടുക്കത്തെ തിരക്കായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അല്ല, നമ്മള് ഫസ്റ്റ് ടൈം ആണോ നൈറ്റ് വരുന്നത്? അല്ല, പിന്നെ നേരത്തെ വന്നിട്ടുണ്ടോ? അത് ചേട്ട ഫ്രണ്ട്സിനായിട്ടായിരിക്കും. അല്ല, നമ്മള് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ആണോ? ഇതെന്താണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ? ഇതൊന്നും ഡ്രസ്സ് മാറി. ഇപ്പൊ നമ്മുടെ തക്കുടൂന് കാറിൽ കയറാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് നമ്മളത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. വെള്ളം അടിക്കുക. അപ്പൊ ഗൂഗിൾ പേ എടുക്കുമെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മ്യൂഞ്ചും ഇവിടെ സർബത്ത് ഉണ്ടെങ്കിൽ സർബത്ത് കുടിക്കാം. ഇവിടെ ഇല്ല, വേറെ അപ്പുറത്തേക്ക് മാറി വല്ലതും ഉണ്ടെന്ന് നോക്കാം. എന്താ വേണ്ട പറഞ്ഞോ. എന്താ വേണ്ട കുടിക്കാൻ? എനിക്ക് റോസ് മിൽക്ക്. റോസ് മിൽക്ക് ഉണ്ടോ കേട്ടോ? സോ കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം കുടിച്ചു. എന്താടി കണ്ണക്കടഞ്ഞു പോണത്? അതാണ് ചേട്ടാ. ബൂസ്റ്റ് കുലിക്കിടാത്ത അധികം ഐസ് വേണ്ടട്ടാ എനിക്ക്. തക്കുടുന്ന് എന്താ വേണ്ടത്? കുടിച്ചോ തകർക്കെന്ന പറഞ്ഞു. തക്കുടിന് എന്താ വേണ്ട? തണുത്ത എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടല്ല. വേണ ഇത് മിച്ചർ മിഠായി. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ്. എല്ലാവർക്കും കൊടുത്തു ഓരോന്ന്. കുടിക്കും. എങ്ങോട്ടോ നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയും. മിസ്സി ബൂസ്റ്റും അധികം പഠിക്കല്ലേ. ഓക്കെ അല്ലേ? ഏതാ ഇഷ്ടപ്പെട്ട? അതാണ്. എന്നാൽ അതിങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോൾ അവൾ ഓൾറെഡി റോസ് മിൽക്ക് എന്നുള്ള സെറ്റപ്പിലേക്ക് പോയി. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടത് ബൂസ്റ്റ് കുടിക്കുകയാണ്. നമ്മൾ ബൂസ്റ്റ് കുലിക്ക് ആർക്കും കൊടുക്കാണ്ട് ഒറ്റക്ക് കുടിക്കുകയാണ്. സോ എന്താടി ടേസ്റ്റ് ചെയ്യണം പറഞ്ഞു. ഒറ്റ ഒരുമാതിരി വലിക്കരുത്. സ്ട്രോ തിരിച്ചിടാനല്ല. ഒന്നും കിട്ടാനുള്ള റോസ് കളർ പല്ലെന്ന് വരുന്നുണ്ട്. വാറന്ന് കുടിച്ചേ. മതി, കിട്ടി. അവളെ എൻ്റെ അതായത് റോസ് മിൽക്ക് തന്നിട്ട് ഇത് എടുക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ കൊടുക്കില്ലല്ലോ. എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബൂസ്റ്റ് കൂടി കാര്യം പറയട്ടെ, ഞാനതിൽ തുപ്പിയിട്ടരുത്. കുഴപ്പമൊന്നുമില്ല, തുപ്പിട്ടു. ഇവളുടെ സ്വഭാവത്തിന് അവൾ അതും ചെയ്യും. തുപ്പിയിടും. തുപ്പിയിടും. ബാക്കി പറ. തുപ്പിയിടും. കൊള്ളാം, അടിപൊളിയാണ്. ബൂസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പെയ്ഡ് കൊളാബറേഷൻ. നമ്മളിത് ഇവിടെ പുള്ളിക്കാരൻ ശരിയെന്നാ. അപ്പൊ ഞങ്ങള് കൊളാബറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഞങ്ങൾ തരാറില്ല. ചുമ്മാ അറിഞ്ഞേട്ടോ. പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടാ. അയ്യോ നമ്മളെ അപ്പൊ നമ്മുടെ സന്മനസ്സുള്ള ചേട്ടൻ നമുക്ക് ഫ്രീ എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഒരു കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ? കാണാ. ആരെയാണ് എന്നാണ് കൂടുതൽ ഇഷ്ടം? ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം? ഇത് കേട്ടോ, ഇവിടെ ഇരുന്ന് കൈയും കാലൊക്കെ അമ്മച്ചിയാണോ? അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ഇതാണ് അമ്മ.
അമ്മ ഇങ്ങനെ നിൽക്കണം നല്ല അഭിനയമൊക്കെ പ്രോ കണ്ടതേ കണ്ട പിക്ചർ ഇവിടെയാണ് ബോട്ടിലൊക്കെ വന്നത് പണ്ട്. മരിച്ചിട്ട് 4 വർഷമായി. ഇവിടെ പോർട്ട് ബീച്ചിൽ വരും. പിന്നെ മുനമ്പോ ഇവിടെയൊക്കെ ഫിഷിംഗ് ബോട്ടിൽ വരുന്ന ആളാണ്. പിന്നെ ഇയാൾ ജനിച്ചു കഴിഞ്ഞിട്ട് പോയുള്ള ബിസിനസ് ആയിരുന്നു. അപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയത് എനിക്ക് ഭയങ്കര ശോകമായത് ഇവള് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്. സോ ഇവിടെയാണ് ഫോർട്ട് കൊച്ചി ഫെറി ഉള്ളത്. വൈപ്പിൻ ഫെറി എന്നും വേണമെങ്കിൽ പറയാം. ഇതിലെ കണ്ട ആ ലൈറ്റ് കാണുന്നുണ്ട് അവിടെ, അത് വന്നതാണ്. ആരാധിക അതെ നിസി 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 നിസിന് ഇഷ്ടമുള്ള ആരാധിക. കേട്ടില്ല. ചില്ല് അടച്ചിട്ടേക്കുന്നോണ്ട് കുട്ടിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞ കേക്കണല്ല? ചില്ല് തുറക്കാൻ പറ്റുമോ? ആ പറഞ്ഞ എന്താ പറഞ്ഞ? കാണാറുണ്ടാ? നിന്നെ ഇഷ്ടമല്ലേ? ഇവിടെ ഇഷ്ടമല്ലെന്നാ പറഞ്ഞ. ശരി നോക്കി കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടാ? ഓക്കെ എല്ലാരെയും കാണിച്ചു കൊടുക്കട്ടാ. ശരി നോക്കി. സോ നമ്മളുടെ ഫെറി എത്തിയിട്ടുണ്ട്. കണ്ടത് ഇതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ട്രിപ്പാണെന്ന് തോന്നണം കേട്ടാ. ഇവിടെ അധികം ടൈം എടുക്കാറില്ല. ഒരു 8, 9, 10 മണി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഇത്തിരി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ തോന്നുന്നത്. ഒരു 8:30, 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും നോർമലി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ. സോ നമ്മുടെ തക്കുടൂൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇത്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും വേണം. കരിക്ക് വേണോ തക്കുടൂന്? വേണ തലയാട്ടം കണ്ടില്ലേ? ഒരു കരിക്ക് എന്ത് ചോദ്യമാണ്? ഒരു കരിക്ക് തല ഇങ്ങനെ ആട്ടത്തുള്ളൂ. എങ്ങനെ ആട്ടറ പറഞ്ഞ പോലെ എങ്ങനെ തലയാട്ടറ? കരിക്ക് വേണം. നിങ്ങൾ നോക്ക്. കരിക്ക് വേണം. എങ്ങനെ വേണോ? അവിടെ നോക്കട്ടെ. പക്ഷെ ആദ്യം സൗണ്ട് ഒന്നും വന്നില്ലായിരുന്നു. തലയാട്ടക്ക് ഇപ്പൊ വേറെ സൈഡിലോട്ടേക്ക്. സോ നമ്മളിതേ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. സ്ട്രോ അങ്ങോട്ട് വലിക്കണുണ്ടോ? അയ്യോ അതെന്താ നിച്ചര് മാത്രം ഇല്ലേ? അപ്പൊ കണ്ടായിരുന്ന രണ്ടോട്ട് വലിച്ചപ്പോ തന്നെ മതിയെന്ന്. ഈശ്വരാ ചേട്ടൻ എടുത്തോ അങ്ങനെ പറയണേ. മതിയെന്ന് പറ. ചേച്ചി എത്തണില്ലല്ലോ. അതെങ്കിക്കില്ല മതിയെന്ന് പറയണത്. അവസാനം ഇവിടെ സീൻ ഉണ്ടാക്കൂട്ടാ. പിള്ളേരല്ല കെട്ടിരുന്നെങ്കിൽ ഇപ്പൊ അവന്റെ അത്രയുള്ള പ്രായമുള്ള പിള്ളേരുണ്ടായിരുന്നു നിനക്ക്. എന്താ കുഴല്ല? ഇത് ഞാൻ മേടിച്ചോളൂ. പിന്നെ ഇതിനെന്താ കുഴപ്പമില്ല. അതിങ്ങനെ തിരിച്ച് കമത്തിട്ട് കുടിച്ചു നോക്കി. ഒന്ന് കുടിച്ചു നോക്കിയേ. വരാത്തത് വേറെ ഒന്നുമല്ല. അതിൻ്റെ അത് തീർന്നു. എല്ലാരും വലിച്ചു അയ്യോ സീനായി. നല്ലോണം മുറിഞ്ഞ ചേട്ടാ. തിരിച്ച് മറ്റേ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണെങ്കിൽ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ചോര അയ്യോ നന്നായിട്ട് കണ്ടോ? കോമഡി അതല്ല, വീഡിയോ എടുക്കുന്ന ആള് തലകറങ്ങി നിൽക്കുമല്ലേ? ഇവിടെ അതെ ഓഫ് അവിടെയാണല്ലോ എന്റെ പൊന്നേട്ട എന്നെ കാണിക്കുന്നത്. ഞാൻ തലകറങ്ങിയത് അതാ ഞാൻ പറഞ്ഞ. മേളിലേക്ക് പൊക്കി പിടിച്ച് രക്തം അങ്ങനെ നോക്കുമ്പോ മറ്റേ ഡ്രൈവ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിക്കണേ. ഡ്രൈവ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. സ്റ്റോപ്പായി ഉണ്ടാ സംഭവം. സ്റ്റോപ്പായി ഉണ്ടാ. ഇതാണ് ഹോസ്പിറ്റലൊന്നും പോകണ്ട. ഇതാണ് ഈ സംഭവം. ട്രിക്ക് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇത് ഡോക്ടറൊന്നും അല്ല, എഞ്ചിനീയറാണ്. താങ്ക് യു ചേട്ടാ. കാണാം. ഓക്കെ. ചാനൽ ട്രിപ്പിൾ ഗ്രീൻ. ട്രിപ്പിൾ 3 TRIPPL ട്രിപ്പിൾ ഗ്രീൻ. പൊക്കി പിടിച്ചോ, നല്ലോണം പൊക്കി പിടിച്ചോ. ഉണ്ടാ പാവൻ ചേട്ടൻ. നാളെ വരുമ്പോൾ നാളെ രാവിലെ വരെ ഇങ്ങനെ കൈതാത്തിട്ട് കട പൂട്ടാൻ. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് കരിക്കൊന്ന് മുറിച്ച് തരാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ കരിക്കല്ലായിരുന്നു, പുള്ളി വേറെ സെപ്പറേറ്റ് കരിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചാണ്. പക്ഷേ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൈ നല്ലോണം മുറിഞ്ഞ്. എന്നെ കാണുന്നില്ലേ? അയ്യോ എങ്ങനെ കാണാനാണ്? പല്ല് മാത്രം കാണാനില്ലേ?
പല്ല് മാത്രം ചേട്ടാ വെട്ടടിച്ച് വന്നു. ഓ പല ബൈക്കൊക്കെ വരുമ്പോഴാണ് എന്നെ നല്ലോണം കാണുന്നത്. അപ്പൊ സമ്മതിച്ച് എന്താ സമ്മതിച്ച്. എടി കറുപ്പിന് 7 കാണും. ബാക്കി 10 ബാക്കി 93 വെളുപ്പിനാണെന്ന് പറയരുത് കേട്ടാ. സോ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മളുടെ കാലം. അപ്പോൾ ചിയും അമ്മയും കൂടി കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കുമെന്നൊക്കെ പറഞ്ഞു പുള്ളി. പൊക്കി പിടിച്ച് നീക്കുവാണ്. നാളെ രാവിലെ നമ്മൾ വരുമ്പോഴും ഇതേപോലെ ഇങ്ങനെ പൊക്കി പിടിച്ച് നീക്കണമായിരിക്കും. അപ്പോൾ സംഭവം കൊള്ളാം, അടിപൊളി ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ അയ്യോ കാലിലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാലി ഇങ്ങനെ ഒരു വിറ്റത് കാണിച്ച് നിക്ക് തലയുടെ മേലെ വരണ്ടേ. അപ്പൊ കാലൊക്കെ എങ്ങാണ്ട് മുറിഞ്ഞെങ്കിൽ കാല് നേരെ പൊക്കി ഇങ്ങനെ പൊക്കി. അപ്പൊ നടക്കുമ്പോ ഒറ്റ കാലിൽ ഇങ്ങനെ കൊന്തി ഇങ്ങനെ നടക്കുന്നത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ നോക്കണം. ഇവനെന്താ പ്രാന്താണാവ്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ പറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് നൈറ്റ് സൺഡേ ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. സൺഡേ ഫണ്ടേ. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവളുടെ ചാനൽ ഞാൻ താഴത്തിരുന്നാണ് അത് ബ്ലോക്ക് ചെയ്തിട്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. സ്റ്റേ ട്യൂൺഡ്.